കേരള രാഷ്ട്രീയത്തിൽ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ എക്കാലവും വ്യക്തമായ സാന്നിധ്യം ചെലുത്തിയിരുന്നു ഈഴവ വോട്ടുകൾ എന്നതിൽ തർക്കമില്ല. ഈഴവ സംഘടനകൾ ഒരുപക്ഷെ BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയായിരിക്കാം പുതിയ ജനറേഷന് പരിചയം ഉള്ളത്. എന്നാൽ പഴയ തലമുറയ്ക്ക് ഇതിനു മുമ്പും ഈഴവ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ SRP എന്നൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടിരുന്നു. നായർ സമുദായവും അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ചിരുന്നു. അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അടക്കം നേരിട്ട പശ്ചാത്തലവും ഉണ്ട്. ഇപ്പോൾ BDJS എന്ന രാഷ്ട്രീയ പാർട്ടി നിലവിൽ NDAയുടെ ഭാഗമാണ് എങ്കിൽ പോലും അതിന് നേതൃത്വം നൽകിയ വെള്ളാപ്പള്ളി നടേശൻ, അതായത് BDJS എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിറവിക്ക് നേതൃത്വം നൽകിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ NDAയെ എതിർക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPIMനെയും പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി ആണ് ഉള്ളത്. എന്നാൽ കേന്ദ്രത്തിലെ BJPയുടെ നേതാക്കളുമായി ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ അടുത്ത സൗഹൃദമാണ് പുലർത്തുന്നത് എന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കൂടിക്കാഴ്ച നടന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശനുമായി പ്രകാശ് ജാവ്ദേക്കർ ആയിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ഈഴവ വോട്ടുകളെ ചേർത്ത് നിർത്തുന്ന BJPയുടെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പൊതുവിൽ വിലയിരുത്തുന്നത്. എന്തിനാണ് ഈഴവ വോട്ടുകളെ കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്? നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ പോകാം. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, BDJS എന്ന രാഷ്ട്രീയ സംഘടനയുടെ പിറവിക്ക് പിന്നിൽ തന്നെ BJP ആണ് എന്നതാണ് പൊതുവെ വിലയിരുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. പ്രത്യേകിച്ച് V മുരളീധരനെ പോലെയുള്ള ആളുകൾ സംഘടനാ തലപ്പത്തുണ്ടായിരുന്ന സാഹചര്യത്തിലായിരുന്നു ഭൂരിപക്ഷ സമുദായത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള മതവിഭാഗത്തെ ഒപ്പം നിർത്തിയാൽ മാത്രമേ BJPക്ക് കേരളത്തിൽ വിജയിക്കാൻ സാധിക്കൂ എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് എത്തുകയും അങ്ങനെ നിർജീവമായി പോയ SRP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പകരം BDJS എന്ന രാഷ്ട്രീയ പാർട്ടി പിറവിയെടുത്തത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തു തന്നെ ആണെങ്കിലും പിന്നീട് NDAയുടെ ഭാഗമായി നിൽക്കുമ്പോഴും വലിയ വോട്ട് സ്വാധീനം ചെലുത്താൻ BDJSന് സാധിക്കുന്നില്ല. പക്ഷേ ഈഴവ വോട്ടുകളിൽ വലിയൊരു വിഭാഗത്തെ പാർട്ടിയിലേക്ക് BJP എന്ന ലേബലിൽ തന്നെ അടുപ്പിക്കാൻ BJPക്ക് സാധിക്കുന്നു എന്നതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈഴവ വോട്ടുകളെ ഒരിക്കൽ കൂടി ലക്ഷ്യമിടുകയാണ് BJP. ഇവിടെ പ്രേക്ഷകർ ഓർക്കേണ്ടത്, കേരളത്തിലെ ജനസംഖ്യാ കണക്കുകൾ എടുത്താൽ അവിടെ ഭൂരിപക്ഷ സമുദായത്തിൽ എന്ന് മാത്രവുമല്ല കേരളത്തിൻ്റെ ആകെ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഈഴവ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആണ്, ഈഴവ ജാതിയിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കേരളത്തിൻ്റെ രാഷ്ട്രീയ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഈഴവ വോട്ടുകൾക്ക് ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നത് തന്നെയാണ്. അവിടെ ഭൂരിപക്ഷ വോട്ടുകളെ ഏകീകരിപ്പിക്കുക എന്ന ഒരു നയത്തിലേക്ക് BJP പോകുന്നുണ്ട്. അത് ഈഴവ സമുദായത്തെ മാത്രമല്ല നായർ സമുദായത്തിൽ വലിയൊരു ശതമാനം BJPക്ക് ഒപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. പിന്നാക്ക വിഭാഗങ്ങളെയാണ് കൂടുതൽ BJPയോട് ചേർത്ത് നിർത്താൻ പറ്റാത്തത് എന്ന് പൊതുവെ വിലയിരുത്തുമ്പോൾ ഈ ഭൂരിപക്ഷ സമുദായത്തിലെ മുഴുവൻ വിഭാഗങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തുക, അതിൻ്റെ കൂടി ഭാഗമായി ഈഴവ സമുദായത്തെയും ഒപ്പം നിർത്തുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFനാണ് കൂടുതൽ ഗുണകരമായത് എന്ന് BJP തിരിച്ചറിയുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുക എന്നതാണ് BJPയുടെ നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ ഭാഗമായി തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവർ ഒരു ദീപം തെളിയിക്കൽ, ശബരിമല മകരവിളക്ക് ദിവസം ആയിരിക്കും ശബരിമല സംരക്ഷണ ദീപം എന്ന നിലയിലുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് BJP പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്തേണ്ടത് എന്ന ആവശ്യകത പലപ്പോഴും നമുക്കറിയാം. BJP മറ്റ് ഇതര സംസ്ഥാനങ്ങളിലടക്കം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് വിജയിക്കാറുള്ളത്. കേരളത്തിൻ്റെ ജനസംഖ്യാ അനുപാതം വിലയിരുത്തുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം. കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും വിജയിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ കൂടി വോട്ടുകൾ വേണം. അത് മലപ്പുറം പോലെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള പല പ്രദേശങ്ങളും ഉണ്ട് താനും. മാറ്റി നിർത്തിയാൽ ഈ ന്യൂനപക്ഷങ്ങൾ നിർണായകമാകുന്നു. അതിൽ തന്നെ ന്യൂനപക്ഷ തന്ത്രങ്ങൾ, അതായത് മുസ്ലിം സമുദായത്തെ അടക്കം ഒരുമിപ്പിച്ച് നിർത്താമെന്ന തന്ത്രങ്ങൾ പൊളിഞ്ഞോ എന്ന് പാർട്ടി തന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. മറ്റൊന്ന് ക്രൈസ്തവ വോട്ടുകൾ എന്നതാണ്. ക്രൈസ്തവരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള നയങ്ങൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ പോലും ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങളൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ കേരളത്തിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ UDFന് അനുകൂലമാകുന്നു എന്ന ഒരു വിലയിരുത്തലുണ്ട്. അപ്പോൾ ആ വോട്ടുകളുടെ ഒരു പൊതു സ്വഭാവം എന്നത് മുസ്ലിം വോട്ടുകൾക്ക്
കൃത്യമായൊരു പൊതു സ്വഭാവം എന്നത് അത് കൂട്ടത്തോടെ ഒരു പാർട്ടിയിലേക്ക് വോട്ടായി വീഴും എന്നുള്ളതാണ്. മറുഭാഗത്ത് ക്രൈസ്തവ വോട്ടുകളിലും വലിയൊരു ശതമാനം വോട്ടുകൾ ഒരു പോക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും. എന്നാൽ ഭൂരിപക്ഷ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ ഇല്ല. ഭൂരിപക്ഷ സമുദായം ഒരുമിച്ച് നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്തുണച്ചൊരു ചരിത്രമില്ല. ഇന്നലകളിൽ ഇനി അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുമില്ല. ആ സാധ്യതയാണ് BJP പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവിടെ ഭൂരിപക്ഷ വോട്ടുകൾ വിഘടിക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം വോട്ടുകളും ആ ഭൂരിപക്ഷ സമുദായത്തിലെ അധിക വോട്ടുകളും BJPയിലേക്ക് എത്തിക്കുക. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യും എന്നതാണ് നോക്കേണ്ടത്. നമുക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഏതാണ്ട് 30-ലധികം സീറ്റുകളിൽ വലിയ പോരാട്ടം, ശക്തമായ പോരാട്ടം നടത്താൻ BJP ശ്രമിക്കുന്നു. അവിടെ കൃത്യമായ ഒരു വോട്ട് വിഹിതം ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് അക്കൗണ്ടിലേക്ക് എത്തിക്കുക. ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വോട്ടുകൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് BJP കണക്കാക്കുന്നത്. ഈഴവ വോട്ടുകൾ അതുകൊണ്ട് തന്നെ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായും അഭിലാഷ്, 2015 മുതൽ ഈഴവ വോട്ടുകളിലേക്ക് കടന്നു ചെല്ലാൻ NDA നടത്തിയ, പ്രത്യേകിച്ച് BJP നടത്തിയ ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു BDJS എന്ന പാർട്ടി. നമുക്കറിയാം, BJPയുടെ ആശീർവാദത്തോടെ, ഒപ്പം വെള്ളാപ്പള്ളി നടേശന്റെയും ആശീർവാദത്തോടെ വെള്ളാപ്പള്ളിയുടെ മകനെ അധ്യക്ഷനായിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. ആദ്യഘട്ടത്തിലൊക്കെ കുട്ടനാട് പോലെയുള്ള സീറ്റുകളിൽ മത്സരിച്ച് വലിയ തോതിലുള്ള വോട്ട് വിഹിതം നേടിയെടുക്കാൻ BDJSന് സാധിച്ചു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കണം. പക്ഷേ പതുക്കെ ഇങ്ങോട്ട് ഈ BDJSന്റെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കുറഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 300ഓളം സീറ്റുകളിൽ കേരളത്തിൽ മത്സരിച്ച BDJSന് 5 സീറ്റുകളിൽ താഴെ മാത്രമാണ് നേടാനായത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പക്ഷേ അവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത് BJP എന്താണോ BDJSനെ ഒപ്പം കൂട്ടിയത് കൊണ്ട് ലക്ഷ്യം വെച്ചത് അത് ഏതാണ്ട് സാധിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, BJPയുടെ പ്രധാനപ്പെട്ട 2 അജണ്ടകൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടപ്പിലാക്കി വരുന്നതിൽ ഒന്ന് ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുക എന്നുള്ളതായിരുന്നു. അത് പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കാര്യമായ ഫലം കണ്ടില്ല എന്ന വിലയിരുത്തൽ പാർട്ടിക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അരമനകളിൽ പോകാതെ താഴെത്തട്ടിലുള്ള ക്രിസ്ത്യൻ ആളുകളുമായി, ജനതയുമായി സംസാരിച്ച് അവരെ ഒപ്പം നിർത്തണം എന്നുള്ള നിർദ്ദേശം നേതാക്കൾക്കും പ്രവർത്തകർക്കും മറ്റും BJPയുടെ കോർ കമ്മിറ്റി യോഗം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. മറുവശത്ത് ഈഴവ വോട്ടുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈഴവ വോട്ടുകളുടെ സ്വാധീന മേഖലയായ ആലപ്പുഴ പോലെയുള്ള സ്ഥലത്ത് വലിയ മുന്നേറ്റം BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ ഒരോളം ചെറുതല്ല. അന്ന് വെള്ളാപ്പള്ളിയുടെയും അനുഗ്രഹാശിസുകൾ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. ഇവിടെ 2 തരത്തിലാണ്. ഒന്ന്, CPMനോട് വെള്ളാപ്പള്ളി അടുത്ത് നിൽക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുമ്പോഴും അവിടെ അതുമായി ബന്ധപ്പെട്ട അപകടം വെള്ളാപ്പള്ളി മനസ്സിലാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. CPI അടക്കമുള്ള ഘടകകക്ഷികൾ, CPI ഉണ്ട്, കേരള കോൺഗ്രസ് B അടക്കമുള്ള ഘടകകക്ഷികൾ വെള്ളാപ്പള്ളിയെ ഏതാണ്ട് പൂർണ്ണമായി എതിർക്കുകയും വെള്ളാപ്പള്ളിക്കൊപ്പം മുഖ്യമന്ത്രി പോയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വെള്ളാപ്പള്ളി വലിയ അപകടമാണ് എന്ന് CPI മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ CPM നേതാക്കൾ ആരും പരസ്യമായി വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വരുന്നില്ല എങ്കിൽ പോലും ആ അപകടം വെള്ളാപ്പള്ളി തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇതിൻ്റെ ഭാഗമായാണ് BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്തത്. ഇനിയും ഈ പിന്തുണ തുടരാൻ തന്നെയാണ് BJPയുടെ തീരുമാനം എന്നറിയുന്നു. വെള്ളാപ്പള്ളിയുടെ മനസ്സ് എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ പലപ്പോഴും BJPക്കൊപ്പം ആയിരുന്നില്ല എങ്കിലും പാതി മനസ്സോടെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നതിന് മടിയുള്ള ഒരാൾ കൂടിയല്ല വെള്ളാപ്പള്ളി. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ അധ്യക്ഷനായ, അദ്ദേഹത്തിൻ്റെ കൂടെ അനുഗ്രഹായുസ്സുള്ള BDJS എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് BDJS നേരത്തെ ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു, മുന്നണി വിടാൻ ഒരുങ്ങുന്നു, മറ്റ് ഏതെങ്കിലും മുന്നണികളിലേക്ക് ചേക്കാറാൻ ഒരുങ്ങുന്നു എന്ന കാര്യങ്ങളിലൊക്കെ. പക്ഷേ അപ്പോൾ ഇന്നലത്തെ ഒരു കൂടിക്കാഴ്ച കൂടി ചേർത്ത് വെക്കുമ്പോൾ അത് കൂടി പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളിയോട് സംസാരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായും BDJS ഉടൻ മുന്നണി വിടാനുള്ള സാഹചര്യം ഇല്ല, NDAക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള ഉറപ്പ് കൂടി വാങ്ങിക്കൊണ്ടാണ് BJP നേതാക്കൾ കണിച്ചുകുളങ്ങര വിട്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും BJP നേരത്തെ പറഞ്ഞതുപോലെ BJP ലക്ഷ്യം വെച്ച വലിയ ഒരു സംവിധാനമുണ്ട്. അത് ഈഴവ വോട്ടുകൾ തങ്ങൾക്കൊപ്പം എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPMനൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്ന വോട്ടുകളാണ് ഈഴവ വോട്ടുകൾ. ഈഴവ വോട്ടുകൾ കൊണ്ടാണ് പലപ്പോഴും CPMും CPIയും ഒക്കെ പല സീറ്റുകളിലും, നിർണായകമായ സീറ്റുകളിലും വിജയം കൊയ്തിട്ടുള്ളത്. അവിടെ കടന്നു കയറാൻ BJPക്ക് സാധിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഈഴവ വോട്ടുകളെ തങ്ങൾക്കൊപ്പം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് ഇനിയും ഉള്ള നാളുകളിലും അതേപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും BDJSനെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള കരുക്കൾ BJP നീക്കുകയും ചെയ്യുമെന്ന കാര്യം വ്യക്തമാകുന്നത്. അതാണ്, അതായത് NDAക്കൊപ്പം തന്നെ BDJS തുടരും എന്നതിൽ ഉറപ്പ് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്
ജാവ്ദേക്കറിന് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, ആദ്യമായല്ല ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പാർട്ടി SRP എന്ന ലേബലിൽ ഉണ്ടായിരുന്നു. നായർ സമുദായത്തിൽ നിന്ന് NDP എന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നു. ഒപ്പം DLP എന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നു. അന്നൊന്നും വലിയ തോതിൽ മുന്നേറ്റം നടത്താൻ ഈ മതസംഘടനകളുടെ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോഴും ഈ ബഹുഭൂരിപക്ഷം വരുന്ന, അതായത് ഭൂരിപക്ഷ സമുദായത്തിലെ മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ മത നേതാക്കൾ പറയുന്നിടത്ത് വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഇവർക്ക് ചെറിയ തോതിലെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് UDF-ഉം LDF-ഉം വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ അടക്കം വിമർശിക്കുകയും കൈവിടുകയും ചെയ്യുന്ന സമയത്ത് BJP അതിനെ ഒരു അവസരമാക്കി മാറ്റാൻ നോക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.